എറണാകുളം വാളകം ഭാഗത്ത് 1.5 വർഷം മുമ്പ് ദേശീയപാതയുടെ വികസന ജോലികൾ പൂർത്തിയായെങ്കിലും റോഡിന്റെ ഇരുവശത്തും എടുത്ത കുഴി ഇന്നും മൂടിയിട്ടില്ല. ഇതുമൂലം കരാട്ട വാളകം കവലയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. കുഴി മൂടണമെന്നുള്ള ആവശ്യം നിരവധി തവണ അധികാരികളോട് പറഞ്ഞെങ്കിലും ഇതുവരെ നടപടിയായിട്ടില്ല. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന കരാട്ട് വാളകം എന്ന സ്ഥലത്താണ് ഇപ്പോഴുള്ളത്. ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ രണ്ടു വശത്തും മണ്ണ് എടുത്ത ജോലി ചെയ്തിരുന്നു. പക്ഷേ ആ റോഡ് നിർമ്മാണം പൂർത്തിയായ ശേഷവും ഇപ്പോൾ ആ കുഴി മൂടി അത് ടാർ ചെയ്യുന്ന നിലയിലോട്ട് അത് പൂർത്തിയാക്കിയിട്ടില്ല. അതിനാൽ തന്നെ ഈ റോഡിൽ പതിവായി തന്നെ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആക്ഷേപം. 1.5 വർഷമായി ഈ റോഡിൻ്റെ നിർമ്മാണ ജോലി പൂർത്തിയാക്കിയിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ റോഡ് വിട്ടൊരു ഭാഗം ഓട നിർമ്മാണത്തിനായിട്ടായിരുന്നു അന്ന് ഇത്തരത്തിലൊരു കുഴി എടുത്തത്. പക്ഷേ ആ ഓട നിർമ്മിച്ച് അതിൻ്റെ മേലെ സ്ലാബ് ഇട്ടെങ്കിലും വീണ്ടും ആ നടുക്കുള്ള കുറച്ച് ഭാഗങ്ങളിൽ കല്ലും മറ്റുമിട്ട് അത് ടാർ ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ്. 1.5 വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. 2 സൈഡും വെട്ടിപ്പൊളിച്ചേക്കുക. 2 സൈഡും വെട്ടിപ്പൊളിച്ച് അത് വണ്ടി ഇവിടെ ബ്രൈറ്റ് പബ്ലിക് സ്കൂളുണ്ട്. അതിൽ 10-21 ബസ്സുണ്ട് ആ സ്കൂളിൽ. അതൊരു 3:30 ആകുമ്പോഴത്തേനും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഹൈവേയിലേക്ക് കയറി വരുമ്പോൾ വാല കയറി വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് ഇവിടെ ജനങ്ങൾക്ക്. അങ്ങനെ അപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഇവിടെ വാളകം മാർ സ്റ്റീഫൻ ഹൈസ്കൂളുണ്ട്, VHSC ഉണ്ട്, +2 ഉണ്ട്, കോളേജ്, ഇതെല്ലാം ഉണ്ട് ഇവിടെ ഈ തൊട്ടടുത്ത് തന്നെ. ഇതെല്ലാം കൂടെ ഈ 4 കൂടിയ കവലയിലേക്കാണ് കയറി വരുന്നത്. അപ്പോൾ 2 സൈഡിലും വാട്ടർ ഇത് ഹൈവേയുടെ പണിയായിട്ട് അത് പൊളിച്ചിട്ടേക്കണത് കൊണ്ട് എല്ലാ ദിവസവും 1-8 ദിവസവും അപകടം ഉണ്ടായി. മിനിങ്ങാന്ന് അപകടം ഉണ്ടായി 2 സ്കൂട്ടർ അവിടെ കിടക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസവും 1-8 ദിവസം. ഇന്നലെ കാറും വേറൊരു ബൈക്കിൻ്റെ കൂട്ടിയിടിച്ചു. ആ കാർ ഇടിച്ച കാറാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ട് നിങ്ങൾ വന്നപ്പോൾ കയറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, വാർഡ് മെമ്പർമാരോട് പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും ഇതുവരെയായിട്ടും ഒരു ഗ്രാമസഭ വരെ ഞങ്ങൾ പറഞ്ഞു. വീടുകളിലോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ടോ? അതാണ് ഈ മൂടി കിടക്കുന്നത്. ഇവിടെ പുറകിൽ ആൾ താമസിക്കുന്ന അത് പാലം വെച്ചേക്കുക. ഇത് നേരത്തിൻ്റെ സമയം കഴിഞ്ഞു. കാരണം ഇത് പണി കഴിഞ്ഞപ്പോൾ നേരത്തിൻ്റെ ആവശ്യമുള്ളൂ. അതവർ നടത്തിയിട്ടില്ല. ഇതുവരെ ഒരു ലോഡ് മണ്ണാണെങ്കിൽ 2 ലോഡ് മണ്ണിൻ്റെ പ്രശ്നമുള്ളൂ. അതവർ ചെയ്യുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. മഴക്കാലത്ത് രാത്രി വെട്ടമില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിപ്പോൾ ഒരു വെട്ടം ഉണ്ടാകുന്ന പോയി ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. പൈസ മുടക്കി പണികൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചില്ല. പ്രയോജനമില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബൈക്ക് അപകടത്തിന് ശേഷമാണ് പോലീസ് ഈ സ്ഥലത്തെത്തി ഇത്തരത്തിൽ കാണുന്ന 2 ബോർഡുകളും ഈ വള്ളിയും കെട്ടി തിരിച്ചത്. അല്ലാത്ത പക്ഷം നമുക്ക് ഈ റോഡിലെ ഈ ഇത്തരത്തിലുള്ള ഒരു വലിയ കുഴി ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാർ പ്രധാനമായും ആക്ഷേപമായി ഉന്നയിക്കുന്നത്. ജോയ് സിയാറിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.